ആലപ്പുഴയിൽ പേവിഷബാധയേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ കുട്ടിക്ക് കടിയേറ്റത് തെരുവ് നായയിൽ നിന്നാണെന്ന് കുടുംബം. വളർത്തുനായ കുട്ടിയെ ആക്രമിച്ചിട്ടില്ലെന്നും കുടുംബം പറയുന്നുണ്ട്. റാഫി കരീം ആ വാർത്തയുടെ വിവരങ്ങളും വെച്ചിരുന്നു. റാഫി, ആ വളർത്തുനായുടെ വീട്ടുകാർക്കെതിരെ കേസെടുക്കൽ പോലെയുള്ള പരിപാടികളിലേക്ക് പോവുകയായിരുന്നു. ഇപ്പോൾ ഈ വീട്ടുകാർ പറയുന്നത് എന്താണ്? എവിടെ വെച്ച് തെരുവുനായയുടെ ആക്രമണമുണ്ടായി എന്നാണ് ആ വീട്ടുകാർ ഇപ്പോൾ പറയുന്നത്? റാഫി, ഹാഷിമി, വെള്ളിയാഴ്ചയാണ് പേവിഷബാധയേറ്റ് ആലപ്പുഴ അമ്പലപ്പുഴ സ്വദേശി സൂരജ് മരിക്കുന്നത്. സൂരജ് +1 വിദ്യാർത്ഥിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു സൂരജിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. നേരത്തെ ഈ ആശുപത്രി അധികൃതരും ഒപ്പം തന്നെ മറ്റുള്ള ആളുകളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിരുന്നത് ഈ സൂരജിനെ ബന്ധുവിന്റെ വീട്ടിൽ വെച്ച് വളർത്തുനായയുടെ കടിയേറ്റിരുന്നു. ഈ കടിയാണ് സൂരജിന്റെ പേവിഷബാധ ഉണ്ടാക്കാൻ കാരണമെന്നായിരുന്നു. കാരണം ഈ വളർത്തുനായയിൽ നിന്ന് കടിയേറ്റതിന് ശേഷം സൂരജിന് റാബിസ് വാക്സിൻ എടുത്തിരുന്നില്ല എന്നുള്ളതാണ് ഇവർ പറഞ്ഞത്. ഈ വളർത്തുനായക്ക് റാബിസ് വാക്സിൻ എടുത്തിരുന്നത് കൊണ്ട് തന്നെ ഈ ബന്ധുക്കൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ശ്രദ്ധ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഇത് അപ്പാടെ തള്ളുകയാണ് ഇപ്പോൾ കുടുംബം. നമ്മൾ ഈ സൂരജിന്റെ കുടുംബവുമായി സംസാരിച്ചിരുന്നു, സൂരജിന്റെ പിതാവുമായി സംസാരിച്ചിരുന്നു. ഇദ്ദേഹം പറയുന്നത് ഈ സൂരജ് ഈ ചൂണ്ടയിടാൻ പോകുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികളുമായി ചൂണ്ടയിടാൻ പോയപ്പോൾ ഈ പ്രദേശത്ത് വെച്ച് ഒരു നായ സൂരജിനെ മാന്തി എന്നുള്ളതാണ്. ഈ തെരുവുനായയിൽ നിന്നാണ് സൂരജിന് ഇത്തരത്തിലുള്ള പേവിഷബാധ ഏറ്റതെന്നുള്ള സംശയമാണ് ഇപ്പോൾ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ഈ ബന്ധുവിന്റെ വീട്ടിലെ വളർത്തുനായയിൽ നിന്ന് സൂരജിന് പരിക്കേറ്റിരുന്നില്ല എന്നുകൂടി ഈ കുടുംബം പറയുന്നുണ്ട്. ഈ വളർത്തുനായ ഇപ്പോഴും സുഖമായിരിക്കുന്നു, മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഈ വളർത്തുനായക്കില്ല എന്നുള്ളതും കുടുംബം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഒപ്പം തന്നെ സൂരജിന്റെ പിതാവ് പറയുന്ന മറ്റൊരു കാര്യം, ഈ പ്രദേശത്ത് തെരുവുനായയുടെ ശല്യം വളരെ രൂക്ഷമാണ്. ഈ സൂരജിന്റെ വീട്ടിന് മുറ്റത്ത് തന്നെ വെച്ച് തെരുവുനായ 3-4 തെരുവുനായകൾ ചേർന്ന് ഒരു കോഴിയെ കൊല്ലുന്നത് ഈ പിതാവ് നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പിതാവിന് ഒരു ഹോട്ടലാണ്. ഈ ഹോട്ടലിലേക്ക് പുലർച്ചെ യാത്ര ചെയ്യുമ്പോഴെല്ലാം തെരുവുനായയുടെ ശല്യം ഉണ്ടായിരുന്നു എന്നുകൂടി ഈ സൂരജിന്റെ പിതാവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഇദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ സൂരജിന് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായി, അതിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരം വീട്ടിൽ പറഞ്ഞിരുന്നില്ല. വീട്ടിൽ പറഞ്ഞിരുന്നെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ചികിത്സകൾ എടുക്കുമായിരുന്നു. ഈ സൂരജ് ഭയപ്പാട് കൊണ്ട് ഇത് ബന്ധുക്കളോടോ വീട്ടിലോ പറഞ്ഞിരുന്നില്ല. ഇതാണ് ഇത്തരത്തിലൊരു പ്രശ്നം രൂക്ഷമാക്കിയത്, മരണത്തിലേക്ക് എത്തിച്ചതെന്നുമാണ് കുടുംബം കരുതുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, സൂരജ് തന്നെ ഈ പിതാവിനോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഈ രോഗം മൂർച്ഛിച്ച വേളയിൽ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. സൂരജിന് ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു, തനിക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ. അതിനുശേഷം സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് സൂരജ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഈ ലക്ഷണങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സൂരജ് സ്വയം മനസ്സിലാക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു അവസ്ഥ അത് ബന്ധുക്കളോട് സൂരജ് പറയുന്നത്. 2 ആശുപത്രികളിൽ എത്തിച്ചതിന് ശേഷമാണ് സൂരജിനെ 3 ദിവസം മുൻപ് ആലപ്പുഴയിലെ വണ്ടാരം മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നത്. അപ്പോഴേക്കും ഈ കാര്യങ്ങൾ ഗുരുതരാവസ്ഥയിലേക്ക് എത്തിയിരുന്നു. പിന്നീട് സൂരജ് ഒബ്സർവേഷൻ ICUയിൽ നിരീക്ഷണത്തിലായിരുന്നു. അതിനിടയിലാണ് വെള്ളിയാഴ്ച രാവിലെ 8 മണിയോടുകൂടി മരിക്കുന്നത്. ഇതിനിടയിലാണ് പിതാവിനോട് സൂരജ് സംഭവം പറയുന്നത്. ചൂണ്ടയിടാൻ പോകുന്ന സമയത്ത് ഒരു നായ അത് പ്രസവിച്ച് കിടക്കുകയായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. ആ സമയത്ത് ആ നായ തന്നെ ആക്രമിച്ചിരുന്നു എന്നുള്ള വിവരം പിതാവിനോട് വളരെ വൈകിയാണ് സൂരജ് പറയുന്നത്. അതും പിതാവ് പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആശങ്ക, അത് ബന്ധുവിന്റെ വീട്ടിൽ നിന്നുള്ള ഒരു നായയിൽ നിന്നുള്ള കടിയാണ് സൂരജിന് ഇത്തരത്തിലൊരു പേവിഷബാധ ഏൽക്കാൻ കാരണമെന്നായിരുന്നു. എന്നാൽ അതല്ല എന്നാണ് കുടുംബം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. അത്തരത്തിൽ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് നായയിൽ നിന്ന് ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല, അത്തരത്തിലൊരു പരിക്ക് സൂരജിന് ഏറ്റിട്ടുമില്ല. ബന്ധുവിന്റെ വീട്ടിലെ നായ സുഖമായിരിക്കുന്നു എന്നുള്ളതാണ്. തെരുവുനായയുടെ പ്രശ്നങ്ങൾ തന്നെയാണ് ഈ സൂരജിനും ഇത്തരത്തിലൊരു പേവിഷബാധ ഏൽക്കാനുണ്ടായ കാരണം എന്നുകൂടി ഈ പിതാവ് പറഞ്ഞിട്ടുണ്ട്. ശരി, റാഫി കരീമാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.